രണ്ടര വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ്. കൊല്ലത്തിനപ്പുറത്ത് ഒരു വീട്ടില് നമ്മളൊരു പൂജയ്ക്ക് പോയി. ഏതാണ്ട് വൈകുന്നേരം ഒരു 5 മണി അടുപ്പിച്ചാണ് ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നത്. അപ്പോൾ പുറത്ത് ചില ഒരുക്കുകളും അകത്ത് പരികർമ്മയാര് കളമൊക്കെ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ നിന്നൊരു ബഹളം കേൾക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ ആ വീട്ടിൻ്റെ പരിസരത്തെങ്ങാണ്ട് ഒരു വലിയ പാമ്പ് വന്നു എന്ന് പറഞ്ഞ് അവിടുത്തെ ഗൃഹനാഥ ബഹളം വയ്ക്കുന്നു. അപ്പോൾ 1-2 പേരൊക്കെ അവിടെ ചെന്ന് നോക്കുമ്പോൾ ആ വീട്ടിൻ്റെ ഒരു ചായ്പ് പോലെ ഉണ്ട്. അവിടെ നിന്ന് ഒരു പാമ്പ് പുറത്തേക്ക് പെട്ടെന്ന് എടുത്തിയാടിപ്പോയി. എന്ന് പറഞ്ഞാൽ വലിയൊരു മൂർഖം പാമ്പ് ഇടയ്ക്കിടയ്ക്ക് തലപൊക്കുന്നുണ്ട്, അത് പോകുന്നുണ്ട്, ഞങ്ങൾ കാണുന്നുണ്ട് അതിനെ. അപ്പോൾ ഈ പാമ്പിൻ്റെ വലിപ്പവും അതിൻ്റെ ചീറ്റലും എല്ലാം കണ്ടപ്പോൾ ഞാൻ ആ ഗൃഹനാഥൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടുത്തെ റെസ്ക്യൂ ടീം എവിടെയാണ്? സർപ്പ ആപ്പ് എന്ന് പറയുന്ന ആപ്പുണ്ട്, അവരെ വിളിച്ചു വരുത്തു, ഈ പാമ്പിനെ വിളിച്ചുകൊണ്ട് പോകും, അവർ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോകും എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഗൃഹനാഥൻ പറഞ്ഞു, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്ന ഒരു പാമ്പാണ്, കുഴപ്പമൊന്നുമില്ല, ആരെയും ഉപദ്രവിക്കൊന്നുമില്ല, അതങ്ങ് പൊയ്ക്കോളും എന്ന് പറഞ്ഞ് ആ ഭാഗത്തോട്ട് നോക്കി തൊഴുതു. ഈ പാമ്പ് മതിൽ കടന്ന് അങ്ങ് പോവുകയും ചെയ്തു. ഞങ്ങളൊക്കെ അന്ന് വീട്ടിൽ പിറ്റേ ദിവസം പുലർച്ചെ ഒരു പൂജയുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കെല്ലാം ചെയ്തപ്പോൾ അന്ന് രാത്രിയാകുമ്പോൾ ഒരു ബഹളം കേൾക്കണം. ആ പാമ്പ് പോയ വീട്ടിന് 2-3 വീട്ടിനപ്പുറത്തൊരു വീട്ടിലാണ്. അതായത് ഒരു 2 മണി 3:30 ഒരു ടൈം ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പുലർന്നു വരുന്ന ഒരു ടൈമാണ്. അപ്പോൾ നമ്മളൊക്കെ തന്നെയാണ് ഓടിച്ചല്ലോ. മറ്റേ വീട്ടിൽ ഈ പാമ്പിനെ ഓടിച്ച് വീട്ടിൽ ഒരു വെളിച്ചമൊന്നുമില്ല. ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ആ വീട്ടിലുള്ള എല്ലാവരും പുറത്തേക്കണം. ഓടിട്ട വീടാണ്. എൻ്റെ മച്ചിലൂടെ ഈ പാമ്പ് ഇങ്ങനെ ചുറ്റി പോവുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒറ്റവട്ടത്തിൽ ഞങ്ങൾ ഒന്ന് നോക്കുമ്പോൾ തന്നെ കണ്ട് അത് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അതേ പാമ്പ് എൻ്റെ അതേ വലിപ്പമുണ്ട്, അത് തന്നെ ആവാനുള്ള ചാൻസാണ്. എന്തായാലും റെസ്ക്യൂ ടീമിൻ്റെ ഉള്ള പലരെയും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ അന്നേരം ആരെയൊന്നും കിട്ടിയില്ല. അവരെല്ലാം രാവിലെ വരാമെന്നും മറ്റൊക്കെ പറഞ്ഞു എന്നാണ് അറിവ്. അവിടെ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പ്രശസ്തനായ ഒരു പാമ്പ് പിടുത്തക്കാരനുണ്ട്, അദ്ദേഹത്തിനെ അറിയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി ഞാൻ മോർണിംഗിൽ ആ വഴി കൂടെ വരുന്നുണ്ട്, ആരും പിടിച്ചുകൊണ്ട് പോയിട്ടില്ലെങ്കിൽ ഞാൻ കയറി വന്ന് പിടിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു രാവിലെ 8:30 ആയപ്പോൾ അദ്ദേഹം വന്ന് പിടിച്ചുകൊണ്ട് പോയി എന്നാണ് ഞാൻ അറിഞ്ഞത്. ആ സമയത്ത് നമുക്ക് പൂജയുണ്ടായിരുന്നു, നമ്മളകത്ത് കയറിപ്പോയി. അപ്പോൾ ഇവിടെ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗൃഹനാഥൻ ആദ്യം വലിയൊരു പാമ്പിനെ കണ്ടപ്പോൾ അദ്ദേഹം ഉദാസീനതയോടുകൂടി അങ്ങ് വിടുകയാണ്. ഒരു റെസ്ക്യൂ ടീമിനെ ആരും അറിയിച്ചില്ല, അതിനപ്പോഴേ പിടിച്ച് മാറ്റേണ്ടിയിരുന്നതാണ്. ഇത് മറ്റേ വീട്ടിൽ ചെന്നു, അവിടെ അതിൻ്റെ അകത്ത് എവിടെ കുടുങ്ങി കിടക്കണം, അവിടെ കുട്ടികളുണ്ടായിരുന്നു, പല ആൾക്കാരുണ്ടായിരുന്നു, ആരെങ്കിലുമൊക്കെ അത് കടിക്കാനുള്ളത് അതൊരു കാരണമായേനെ. പലപ്പോഴും നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്നതാണ്, ഒരു പാമ്പോ മറ്റോ ഒന്ന് കയറിയാൽ ഒരു മിണ്ടാതെ നിൽക്കും, അതങ്ങ് എഴഞ്ഞ് പൊയ്ക്കോട്ടെ എന്നുള്ള രീതിയിൽ. പലപ്പോഴും ഇത് ഇവരുടെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോയവർ പറയും, മതിൽ കടന്നു പോയാ അത് രക്ഷപ്പെട്ടു പോയി, ഞാനൊന്ന് പ്രാർത്ഥിച്ചേ ഉള്ളൂ, അപ്പോഴതങ്ങ് അത് പോയി, നമ്മുടെ വീട്ടിൽ നിന്ന് പോയി കിട്ടി. പക്ഷെ ഈ പോകുന്നത് ചിലപ്പോൾ മറ്റൊരാളുടെ വീട്ടിൻ്റെ അകത്തേക്കായിരിക്കാം, മറ്റൊരു സ്ഥലത്തേക്കായിരിക്കാം. അതുമൂലം മറ്റുള്ള വ്യക്തികൾക്ക് ഒരുപാട് ആപത്തും ഉണ്ടായി വരും. പണ്ട് കാലത്ത് ഞങ്ങളുടെ ചെറുപ്പകാലത്തൊക്കെ ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ പാമ്പ് മിക്കവാറും കാണില്ല, നാട്ടുകാർ അതിനെ തല്ലിക്കൊന്ന് കളയും. അന്നത്തെ കാലഘട്ടത്തെ അങ്ങനെയാണ്. മനുഷ്യർ ഈ പ്രകൃതിയായിട്ട് മല്ലിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ ശത്രുവായിട്ട് വരുന്ന എല്ലാത്തിനെയും നിഗ്രഹിക്കുന്ന ഒരു സ്വഭാവം ഇന്ന് മനുഷ്യന് ജീവിക്കണം അവന് എന്നുള്ള മട്ടില്. അങ്ങനെ അവന്റെ ജീവിതാഗ്രഹം കൂടിയപ്പോൾ പ്രകൃതിയിൽ മറ്റ് ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോഴാണ് നിയമങ്ങളെല്ലാം കർക്കശമാകുകയും ഇതിനൊക്കെ കൊല്ലുന്നതിന് എതിരെയുള്ള നിയമങ്ങൾ വരികയും ശിക്ഷാർഹമായിട്ടുള്ള കാര്യങ്ങൾ വന്നപ്പോൾ പാമ്പിനെ കൊല്ലുന്നതും മറ്റ് ഇതുപോലെ പന്നി അങ്ങനെയുള്ള കാര്യങ്ങളെ കൊല്ലുന്നതിനൊക്കെ തടസ്സം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു പരിധി വിട്ടു കഴിഞ്ഞാൽ ഇവ പെരുകുമ്പോൾ വീണ്ടും ദ്രോഹകരമാണ്. ഇപ്പൊ കാട്ടുമൃഗങ്ങൾ ഒരുപാട് കൂടുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് പാമ്പുകൾ വർദ്ധിച്ചു വരുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാണ്, അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. മുക്കിലും മൂലയിലും എല്ലായിടത്തും ഇപ്പോൾ പാമ്പുകളുടെ അത് പ്രജനനം ചെയ്ത ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാകും. അതിനെ നശിപ്പിക്കാൻ വേണ്ടുന്ന കീരിയെ പോലുള്ള അല്ലെങ്കിൽ ഉപ്പൻ എന്ന് പറയുന്ന പക്ഷികളൊക്കെ താരതമ്യേന കുറവുമാണ്. കീരികളൊക്കെ കൃത്യമായ രീതിയിൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ കുറേയേറെ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചനെ. പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ പൂച്ചയുടെ റിഫ്ലക്സ് ആക്ഷനും പൂച്ച പാമ്പിനെ പിടിക്കുമെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് പൂച്ചകൾ പാമ്പ് കടിയേറ്റ് മരിച്ചു പോയിട്ടുള്ളതാണ്. അതുപോലെ പട്ടികളും ഒരുപാട് പാമ്പ് കടിയേറ്റ് മരിച്ചിട്ട് പട്ടിക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് കുടഞ്ഞ് അതിനെ കൊല്ലാറുണ്ട്, അതിനെ നടുപിടിച്ച് കൊല്ലാറുണ്ട്. പക്ഷെ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാമ്പുകൾ ആക്രമണ സ്വഭാവം ചിലപ്പോൾ ഈ പട്ടിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലാതെയൊക്കെ അല്ലെങ്കിൽ പൂച്ചയ്ക്ക് അറിയില്ലാതെയൊക്കെ ചെന്ന് കയറി കൊത്തുകൊണ്ട് അത് മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. കീരിക്ക് കുറച്ച് സ്വാഭാവികമായിട്ടുള്ള പ്രതിരോധം ഉള്ളതുകൊണ്ട്
പാമ്പുകളെ കൊല്ലാൻ എപ്പോഴും കീരി കുറച്ചുകൂടി നന്നായിരിക്കും. പക്ഷെ എന്തൊക്കെയായാലും ശരി, നമ്മുടെ നാട്ടിലെ പാമ്പുകളുടെ എണ്ണം കൂടി വരുന്നു. അത് മനുഷ്യന്റെ ജീവിതത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പണ്ടത്തെ പോലെ കാവുകളില്ല, അതിന് കഴിഞ്ഞുകൂടാനുള്ള ഇടങ്ങളൊക്കെ വളരെ കുറവാണ്. കോൺക്രീറ്റ് വീടുകളും തണുപ്പ് കുറഞ്ഞ പ്രതലങ്ങളും ഒക്കെ ചൂടും എല്ലാം കൂടെ കാരണം കൊണ്ട് പാമ്പുകൾ ഒരുപാട് പുറത്തേക്ക് വരുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്, ഒരു പാമ്പ് നമ്മുടെ വീടിന്റെ പരിസരത്ത് വന്നാൽ, നമ്മുടെ വീടിനകത്ത് കയറിയാൽ, അല്ലെങ്കിൽ വീട്ടിൽ കയറിയിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയാൽ നമ്മൾ ചെയ്യേണ്ടുന്ന ദൈവീകപരമായിട്ടുള്ള ചില കാര്യങ്ങൾ. ഇതൊക്കെ ചിലത് നാട്ടാചാര പ്രകാരമായിരിക്കും, ചിലത് ഈശ്വരൻ എന്നുള്ള ദൈവികമായ സങ്കല്പത്തിൽ ചെയ്യുന്ന കാര്യമാണ്. പാമ്പുകളെ ഇത്രയും എണ്ണം പെരുകിയതുകൊണ്ട് തന്നെ സർക്കാരൊക്കെ കുറച്ചുകൂടി ശ്രദ്ധ കൊടുത്തിട്ട്, ആരോഗ്യ മന്ത്രാലയം അതുപോലെ തന്നെ വനം വകുപ്പൊക്കെ കുറച്ചുകൂടി ഊർജ്ജസ്വലമായിട്ട് നാട്ടിൻപുറത്തുള്ള പാമ്പുകളെയൊക്കെ കുറച്ചൊക്കെ കണ്ടെത്തി, അല്ലാതെ ആൾക്കാർ കാണുമ്പോൾ ഇവിടെ പാമ്പുണ്ടെന്ന് പറഞ്ഞാൽ അറിഞ്ഞു വരികയല്ല, ഇതിനെ തേടി നടന്ന് കുറച്ച് പാമ്പുകളെയൊക്കെ പിടിച്ച് കുറേയധികം ഉൾവനത്തിലോട്ടോ മറ്റോ ഒക്കെ വിടുന്നത് നന്നായിരിക്കും. കാര്യം ഒരിടത്തുനിന്ന് പിടിക്കുന്ന മറ്റിടത്തൊക്കെ കൊണ്ടുവന്ന് വിടുന്ന ഒരു സമ്പ്രദായം, തൊട്ടടുത്തൊക്കെ വിടുന്ന സമ്പ്രദായം പലയിടത്തും ഉണ്ട്. കാര്യം ഈ പാമ്പ് പിടിക്കാൻ നടക്കുന്ന എല്ലാവരും അംഗീകൃതമായിട്ടുള്ള ആൾക്കാരൊന്നുമില്ല. ചിലയിടത്തൊക്കെ ഷോ കാണിക്കാൻ വരുന്ന പലരും വന്ന് പാമ്പുകളൊക്കെ പിടിച്ചുകൊണ്ട് പോയി അപ്പുറത്തോ ഇപ്പുറത്തൊക്കെ വിടുന്നതൊക്കെ ആയിട്ട് അറിവുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒഴിവാക്കണം. കാര്യം അപകടകാരിയായിട്ടുള്ള ഇത് നാട്ടിൻപുറത്തൊക്കെ ഇങ്ങനെ കൂടുതലായിട്ട് സഞ്ചരിക്കാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ജാഗ്രത വേണം. ഇതിനെ കൊല്ലുന്നതിനോട് ഇപ്പോഴും യാതൊരു വിധത്തിലുള്ള ആശയപരമായിട്ടുള്ള പൊരുത്തം എനിക്കില്ല. നാഗങ്ങളെ ദൈവമായിട്ട് ആരാധിക്കുന്ന ഒരു തലമുറയാണ് നമ്മുടെയൊക്കെ. പക്ഷെ ഇതിന്റെ എണ്ണം കുറയണം. അതിനുള്ള നടപടികൾ എന്തൊക്കെ വേണമെന്നുള്ളത് കൃത്യമായിട്ട് സർക്കാർ, ഇവിടുത്തെ ഭരണതലമൊക്കെ ചിന്തിക്കുകയും വേണം. കാരണം ഇങ്ങനെ പെരുകി പോയാൽ ഇതൊക്കെ ഒരുപാട് കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കാൻ കഴിവുള്ളവയാണ്. അപ്പൊ എന്ത് പറ്റും? നാട്ടിലെ ജീവിതങ്ങൾക്കൊക്കെ വളരെയധികം അരക്ഷിതമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകും. അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ എല്ലാം ഒന്ന് ശ്രദ്ധിച്ചോളണം. കാര്യം നമ്മുടെ വീട്ടിലോ പരിസരത്തോ ഒക്കെ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഞാൻ പറയുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ ദൈവികമായിട്ട് നമ്മൾ ഇത്തരം പാമ്പുകളൊക്കെ വീട്ടിന്റെ പരിസരത്ത് വന്നാൽ ചെയ്യേണ്ടുന്ന പ്രഥമമായ കാര്യങ്ങളാണ് പറയുന്നത്. ഹൈന്ദവ വിശ്വാസിയായിട്ടുള്ള ഒരാൾക്ക് വളരെ പ്രയോജനപ്രദമായിരിക്കും ഈ കാര്യങ്ങൾ. നമസ്കാരം, ഞാൻ RJ അയ്യർ ഹരിചന്ദന മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ, ജ്യോതിഷ, മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനലിൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ പരിസരത്ത് നമ്മളൊരു പാമ്പിനെ കാണുകയാണ്. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇച്ചിരി പേടിയായി. ഇനിയിപ്പം വീട്ടിൻ്റെ അകത്തേക്ക് എങ്ങാനും വന്ന് കയറുമോ എന്നൊക്കെ ഉള്ളൊരു പേടി നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ, ദൈവികപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ വീട്ടിനകത്തേക്ക് അത് കടന്നു വരാനുള്ള മാർഗങ്ങളെല്ലാം ഒന്ന് മാറ്റുക എന്നാണ്. ഇപ്പോൾ ഒരു മരക്കൊമ്പിലോ മറ്റൊക്കെ ഇരിക്കുകയാണെങ്കിൽ ആ മരക്കൊമ്പ് നമ്മുടെ വീടുമായിട്ട് വല്ല അയയോ വല്ല കേബിൾ ബന്ധമോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. നമ്മുടെ വീടിൻ്റെ ജനാലയൊക്കെ തുറന്നു കിടക്കുകയാണെങ്കിൽ അതൊന്ന് അടച്ചിടണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പ്രധാനമായിട്ട് ഇത് ഈ കോഴിക്കൂടിൻ്റെ പരിസരത്ത് പാമ്പുകൾ ഒരുപാട് കാണപ്പെടാറുണ്ട്. പിന്നെ ലവ് ബേഡ്സിനെ പോലുള്ള വളർത്തു പക്ഷികൾ വീട്ടിന് പുറത്ത് നമ്മൾ കൂട് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കാണാറുണ്ട്. മുയലുകൾ, അങ്ങനെയൊക്കെയുള്ള മൃഗങ്ങളുണ്ടെങ്കിൽ അത്തരം പരിസരങ്ങളിലും ഈ പാമ്പ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. മിക്കവാറും ഇതെല്ലാം ഇര പിടിക്കുന്ന തരത്തിലുള്ള പാമ്പുകളായിരിക്കും. പക്ഷെ ഇത് നമുക്ക് അപകടകരമായിട്ടുള്ള രീതിയിൽ മാറാറുണ്ട്. ഇതിൻ്റെയൊക്കെ നമ്മൾ വീട്ടിനകത്ത് കിളികളുടെ സൗണ്ടൊക്കെ കൂടുതലായിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ജനലെ കൂടെ അകത്ത് കയറി വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒഴിവാക്കണം. വീട്ടിനകത്ത് ഈ പാരറ്റിനെയൊക്കെ ഇങ്ങനെ വളർത്തുന്നവർ വളരെ ജാഗ്രത കൊടുക്കണം. ഇതിൻ്റെയൊക്കെ ഗന്ധം ഈ പാമ്പിനെ വളരെയധികം ആകർഷിക്കുന്നതാണ്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഇത്തരം പാമ്പുകളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടുകളൊക്കെ സുരക്ഷിതമാക്കണം. പരമാവധി നമ്മൾ ഈ പാമ്പെടുത്തക്കാരെ ആരെങ്കിലും അറിയിക്കണം. എന്നിട്ട് അതിനെ പിടിച്ചുകൊണ്ടുപോകാനുള്ള ഏർപ്പാട് ചെയ്യിക്കണം. പിന്നെ നമുക്ക് ചെയ്യേണ്ടുന്ന താന്ത്രികപരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, വെളുത്തുള്ളിയും മഞ്ഞളും കൂടി കൂട്ടിക്കലർത്തി വീട്ടിന് ചുറ്റാകെ ഒന്ന് തളിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല മഞ്ഞൾപ്പൊടിയും അരിപ്പൊടിയും കൂടെ കൂട്ടിക്കലർത്തിയിട്ട് വീട്ടിന് മുന്നിൽ ശിവ എന്നെഴുതുന്ന, ശിവ എന്നിട്ട് 2 കുത്ത്, വായിക്കിപ്പുറം വിസർഗം എന്ന് പറയില്ല, 2 കുത്ത്, ശിവഹ എന്ന് പറയും പോലെ 2 കുത്തിടണം. എന്നിട്ട് ഒരു ശൂലത്തിന്റെ പടം മുന്നിലേക്ക് വരെ ശിവഹ എന്ന് എഴുതി വെച്ചിട്ട് ആ ശിവഹയുടെ മുന്നിലോ പിന്നിലോ എവിടെ ആയാലും മതി, ഒരു ശൂലത്തിന്റെ പടം കൂടി മുന്നോട്ട് വരച്ചു കിട്ടണം. അതായത് പണ്ടുള്ളവർ ചെയ്യുന്നൊരു കാര്യമാണ്. ഇങ്ങനെ ചെയ്തിട്ട് കഴിഞ്ഞാൽ
ശിവ പ്രൊട്ടക്ഷൻ അവിടെ കിട്ടും. അതോടുകൂടി പാമ്പ് പിന്നെ ആ വീട് താണ്ടി അകത്ത് വരില്ല എന്നൊരു വിശ്വാസം പഴമക്കാർക്കിടയിലുണ്ട്. പണ്ട് മുതൽ ഹൈന്ദവരുടെ മാത്രം വിശ്വാസമല്ല, പണ്ടുള്ള നമ്മുടെ നാട്ടിൻ പ്രദേശത്തുണ്ടായിരുന്ന സാധാരണ മനുഷ്യരുടെ ഒരു വിശ്വാസമായിരുന്നു. ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ പാമ്പ് വീട്ടിനകത്തേക്ക് വരില്ല, പ്രൊട്ടക്റ്റഡ് ആണെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് പലരും, അന്യമതസ്ഥരിലും പലരും പോലും ഇങ്ങനെ എഴുതി വെക്കുന്നത് കണ്ടിട്ടുണ്ട്. ആ ശൂലത്തിന്റെ രൂപം കൊണ്ട് ആ ശൂലം വരച്ചു കഴിഞ്ഞാൽ ആ ശൂലത്തിന്റെ മുന താണ്ടി ഇങ്ങോട്ട് വരില്ല എന്നാണ്, ദൂരോട്ട് പൊയ്ക്കോളൂ എന്നാണ്. അതൊരു നല്ല മാർഗമാണ്. പിന്നെ മണ്ണാറശാല നാഗരാജാവിനെ സ്തുതിച്ച് ജപിക്കുന്നത് നല്ലതാണ്. ഓം മണ്ണാറശാല നാഗരാജാവേ രക്ഷ രക്ഷ എന്ന് 8 തവണ ജപിച്ചാലും പാമ്പ് വീട് താണ്ടി അകത്തേക്ക് വരില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതും നമുക്ക് ജപിക്കാം. ഇത് പാമ്പ് നമ്മൾ പരമാവധി പാമ്പെടുത്തക്കാരെ വിളിച്ച് അത് സുരക്ഷിതമായിട്ട് മാറ്റാൻ ശ്രമിക്കണം. ഒപ്പം തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ കൂടെ ചെയ്യുന്നത് ഗുണകരമാണ്. ഇനി വീട്ടിനകത്ത് പാമ്പ് കയറി കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ കുട്ടികളെ മറ്റൊക്കെ ഉണ്ട്, അവരെ ആദ്യം പുറത്തിറക്കണം. മാത്രമല്ല നമ്മൾ ചെന്നിട്ട് ആ പാമ്പിനെ അടിച്ചു കൊല്ലാനോ അല്ലെങ്കിൽ അതിനെ പിടികൂടാനോ ഒന്നും ശ്രമിച്ചേക്കരുത്. അതിന് പരിശീലനം ശ്രദ്ധിച്ച ഒരാളെ തന്നെ വരുത്തി ആ പാമ്പിനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് മാറ്റുകയാണ് വേണ്ടത്. മാത്രമല്ല ഈ പാമ്പ് വീട്ടിനകത്ത് കയറി അതിന് സഞ്ചരിക്കാൻ വേണ്ടുന്ന തരത്തിലുള്ള ഈ സാധനങ്ങളൊക്കെ ചെതറിച്ചിടാതിരിക്കാൻ നോക്കണം. എപ്പോഴും ഈ പാമ്പ് കയറി കിടക്കുന്ന അടുക്കളയുടെ ഭാഗത്തായിരിക്കും. കാര്യം അവിടെ പലപ്പോഴും തുറന്നിട്ടിട്ട് അത് അകത്ത് കയറി വരികയും വിറക് മറ്റൊക്കെ അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വന്ന് കയറുകയും. പഴയ മോഡൽ അടുക്കളയിലാണ് പൊതുവിൽ ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ചായ്പുകളിൽ തണുപ്പുണ്ടായിരിക്കും, അവിടെ എലിയും പല്ലിയൊക്കെ ധാരാളം കാണും. അപ്പൊ അങ്ങനെയുള്ള ഭാഗത്തേക്ക് വന്ന് കയറും. അപ്പൊ നമ്മളതിനെ പിടിവിടാനോ ചിലപ്പോൾ ഉള്ളിയൊക്കെ തേച്ച് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ഓടിപ്പോകുന്നൊക്കെ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ട് നമ്മൾ അങ്ങോട്ടൊക്കെ ചെല്ലുമ്പോൾ അതിൻ്റെ അറ്റാക്ക് ഉണ്ടായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പരമാവധി പരിശീലകരായിട്ടുള്ള ആൾക്കാരെ വിളിച്ചു വരുത്താൻ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ സർപ്പാപ്പൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഉപകരിക്കും. എന്നല്ലെങ്കിൽ നാട്ടിന് പരിസരത്തുള്ള പാമ്പ് പിടുത്ത വിദഗ്ധരുടെ നമ്പറെങ്കിലും നമ്മുടെ ഒരു എമർജൻസി ബുക്കിൽ വേണം. നമ്മൾ എപ്പോഴും എമർജൻസി ബുക്കിൽ പോലീസിന്റെ, അതുപോലെ തന്നെ അഗ്നിശമന സേനയുടെ, പാമ്പ് പിടുത്തക്കാരുടെ, ആംബുലൻസിന്റെ, അങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട നമ്പറുകൾ നമ്മുടെ ഫോണിലോ നമ്മുടെ ബുക്കുകളിലോ എവിടെയെങ്കിലും എഴുതി, ഫോണിൽ നിർബന്ധമായിട്ട് വേണമെന്നാണ്, അത് എഴുതി വെക്കുന്നതെന്നാണ് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം. വീടിന് പുറത്തേക്ക് പാമ്പ് പോയി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നാഗത്തിന്റെ മണ്ണ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മുടെ വീടിരിക്കണമെങ്കിൽ നാഗകോപം കൊണ്ട് പാമ്പുകൾ തുടർച്ചയായിട്ട് അകത്ത് കയറി വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ ശ്രദ്ധയോടുകൂടി കാണേണ്ടതാണ്. തുടർച്ചയായിട്ട് പാമ്പ് കയറുന്നത്, വീട്ടിൽ വന്ന് കയറുമ്പോൾ പാമ്പ് ഇറങ്ങി പോകുന്നതൊക്കെ നമുക്ക് ധാരാളം കാണുകയാണെങ്കിൽ അത് അത്ര സുരക്ഷിതമല്ലാത്ത സ്ഥാനത്താണ് നമ്മൾ വസിക്കുന്നതെന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ആദ്യം നമ്മൾ അങ്ങനെ ഒരു കാഴ്ച കാണണമെങ്കിൽ 7 ആയില്യ ദിവസം ക്ഷേത്രത്തിൽ നാഗരൂട്ട് നടത്തണം. 7 ആയില്യത്തിന് തുടർച്ചയായിട്ട് നാഗരൂട്ട് നടത്തുക. നാഗരൂട്ട് നടത്താൻ നമ്മുടെ സാമ്പത്തികം അനുവദിക്കുന്നില്ലെങ്കിൽ നമുക്ക് 100 പാലും നിവേദിച്ചാൽ മതി. ഇനി 100 പാലിന് നമ്മുടെ പണം ഇല്ലാത്ത ഒരു അവസ്ഥയാണെങ്കിൽ മഞ്ഞൾപ്പൊടി 7 ദിവസം സമർപ്പിക്കുക. 7 ആയില്യത്തിന് മഞ്ഞൾപ്പൊടി സമർപ്പിക്കുക. പാലും കൂടെ സമർപ്പിക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ ചെയ്യുക. പിന്നെ നമ്മൾ രാശിയൊക്കെ നോക്കിയിട്ട് അവിടെ ആ മണ്ണിരിക്കുന്ന സ്ഥാനം കബഡിയർത്തി പരിശോധിച്ചപ്പോൾ അവിടെ നാഗങ്ങളുടെ ഒരു കേന്ദ്രമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പൊതുവിൽ ചെയ്യുന്നത് അനന്ത നാഗരാജ പൂജ എന്ന് പറയുന്ന പൂജയാണ്. പിന്നെ സർപ്പശാന്തി ഹോമം കഴിപ്പിക്കാറുണ്ട്. ചിലയിടങ്ങളിൽ നാരായണ ബലിയോടൊപ്പം ആണ് സർപ്പശാന്തി ഹോമം കഴിപ്പിക്കാറുള്ളത്. പിന്നെ ഗരുഡ യന്ത്രം തയ്യാറാക്കി മണ്ണിൽ ആഴ്ത്തിയിടുന്ന രീതിയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെയും കൂടി നമുക്ക് ഇതിൽ പരിഗണിക്കാവുന്നതാണ്. പരമാവധി വീടും പരിസരങ്ങളും നമ്മൾ ശുചിയായിട്ട് ഇടുക. വീട്ടിനകത്തേക്ക് പാമ്പുകൾ പ്രവേശിക്കാവുന്ന മാർഗങ്ങളെ അടച്ചിടുക. വീട്ടിനകത്ത് പക്ഷിമൃഗാദികളെ അധികം വിടാതിരിക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാര്യം പാമ്പ് എപ്പോഴും വരുന്നത് മനുഷ്യരെ അല്ലെങ്കിൽ മറ്റൊന്നിനെ കടിക്കാൻ വേണ്ടിയില്ല. അത് ഇര തേടിയാണ് വരുന്നത്. അത് ഇര തേടി വന്ന് വീട്ടിനകത്തേക്ക് കയറി വരുന്നു, തണുപ്പ് തേടി വന്നു, അങ്ങനെ കയറി വരുന്നു എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ കാണേണ്ടത്. പിന്നെ നാഗത്തിന്റെ മണ്ണാണെങ്കിൽ, നാഗകോപം ഉണ്ടെങ്കിൽ അവിടെ ഇത്തരം കാര്യങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടും. അതിന് ശാസ്ത്രീയമായിട്ടുള്ള വിശദീകരണമൊന്നും കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള മണ്ണുകൾ ധാരാളമുണ്ട്. അവിടെ കൂടുതലായിട്ട് രൂക്ഷമാണെങ്കിൽ ആ മണ്ണിൽ നിന്ന് മാറേണ്ടുന്ന അവസ്ഥയുണ്ടായി വരാറുണ്ട്. അപ്പോൾ ഇതെപ്പോഴും നാഗത്തിന്റെ കാര്യമെത്തുമ്പം നമ്മൾ ചുറ്റുപാടിൽ കിട്ടാവുന്ന ശാസ്ത്രീയമായ കാര്യങ്ങൾ ആദ്യം അവലംബിച്ച് നോക്കുക. അതിൽ നിൽക്കാത്ത കാര്യങ്ങൾക്ക് നമുക്ക് പൊതുവിൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളും കൂടെ അനുവർത്തിച്ച് മുന്നോട്ട് പോയാൽ വളരെ ശുഭകരമായിരിക്കും.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അതിന് മുമ്പ് ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാലായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ്. ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി. അതിനായിട്ട് ഇതുവരെയ്ക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും റെക്കമെൻഡേഷനായിട്ടും നോട്ടിഫിക്കേഷനായിട്ടും ഈ ചാനലിലെ വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാവുക. അപ്പോൾ നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടുത്താനാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്രൻ മഠം. നമസ്തേ.